നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രനെ തേടി ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. ഇത്തവണ ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരുന്നു ആലപ്പുഴയിൽ അവർ കാഴ്ചവെച്ചതും. LDFന്റെ സ്ഥാനാർത്ഥിയായ AM ആരിഫിനെ തറ പറ്റിക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു. അതായത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPMനെ അടിച്ചൊതുക്കി ഒരു മൂലക്കിരുത്താൻ അവർക്ക് സാധിച്ചു എന്ന് സാരം. പല കോണുകളിൽ നിന്നും ശോഭയ്ക്കെതിരെ കൂരമ്പുകൾ തൊടുത്തുവിട്ടെങ്കിലും എവിടെയും തളരാതെ അവർ മുന്നേറി. 2019 BJP സ്ഥാനാർത്ഥി അവർ നേടിയ 1,87,729 വോട്ടിൽ നിന്ന് 2,99,648 ആ ഒരു സംഖ്യയിലേക്ക് എത്തിക്കാൻ ശോഭയ്ക്ക് കഴിഞ്ഞു. ആലപ്പുഴയിൽ ശോഭ ഉണ്ടാക്കിയ ഈ ലീഡ് കേന്ദ്ര നേതാക്കളിൽ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നതും. തൽഫലമായി ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെ. രണ്ടും കൽപ്പിച്ച് ശോഭ പറന്നിറങ്ങി. സംഘടനാ തലത്തിൽ ശോഭാ സുരേന്ദ്രന് ഉയർന്ന പദവി നൽകുന്ന കാര്യം പാർട്ടി നേതൃത്വം പരിഗണിക്കുന്നതായും സൂചനകളുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ പദവിയിലേക്ക് ശോഭ എത്തുമോ എന്നാണ് ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നതും. അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായക പദവിയും ചിലപ്പോൾ നൽകിയേക്കും. ഈ അംഗീകാരം എല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ പൊരുതി നേടിയ വിജയം തന്നെയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ശോഭയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. BJPയുടെ വനിതാ നേതാക്കൾക്ക് എല്ലായ്പ്പോഴും അംഗീകാരം കിട്ടുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ്. ആലപ്പുഴയിൽ CPMന്റെ കനലൊരു തരി കെടുത്തിയത് ശോഭാ സുരേന്ദ്രനാണ്. ഇടതിനെ കുറെ അധികം വെള്ളം കുടിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി BJPയുടെ വോട്ട് റെക്കോർഡുകളിലേക്ക് ശോഭാ സുരേന്ദ്രൻ തകർത്തപ്പോൾ പൊലിഞ്ഞത് ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ സ്വപ്നങ്ങളാണ്. CPM കോട്ടയിൽ വിള്ളലുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ മുന്നേറിയപ്പോൾ BJPക്ക് ലഭിച്ചത് 3 ലക്ഷത്തിനടുത്ത വോട്ടുകളാണ്. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ 2 മണ്ഡലങ്ങളിൽ CPMമായുള്ള വ്യത്യാസം 200-ൽ താഴെ വോട്ടുകൾ മാത്രമാണ്. പലപ്പോഴും ശോഭാ സുരേന്ദ്രൻ ട്രോളന്മാർക്ക് ഇരയാകാറുണ്ട് എങ്കിലും ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യതയോടെയും ഭംഗിയായും അവർ നിർവഹിക്കാറുണ്ടായിരുന്നു. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ പതിവ് ഇവിടെ ആലപ്പുഴയിലും ശോഭ തെറ്റിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. ഭൂരിഭാഗം ഈഴവ വോട്ടുകളും സ്ത്രീകളുടെ വോട്ടുകളും തന്റെ പെട്ടിക്കുള്ളിലാക്കാൻ ശോഭയ്ക്ക് സാധിച്ചു. ഫലപ്രഖ്യാപനം പുറത്തു വന്നതിന് ശേഷവും ഇനി മുതൽ സുരേഷ് ഗോപി നയിച്ച ആ ഒരു മോഡൽ, അതായത് എല്ലാ മണ്ഡലങ്ങളിലെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്നും ഇങ്ങനെ ഒരു ഓട്ടപ്രദക്ഷിണം ഇനി വെക്കില്ല എന്നും അവർ തുറന്നു പറഞ്ഞിരുന്നു. ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടിലൂടെയൊക്കെയാണ് ശോഭ തന്റെ ജീവിതം കെട്ടിപ്പടുത്തത്. പൊരുതി നേടിയ വിജയം തന്നെയാണിതെല്ലാം. അത് പറയാതിരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ചുളിവിൽ രാഷ്ട്രീയക്കാരി ആയ ഒരാളല്ല എന്ന് സാരം. കഞ്ഞി മാത്രം കുടിച്ച് അരവയർ നിറയ്ക്കുന്ന ഒരു കുട്ടിക്കാലം, പ്രാരാബ്ദങ്ങളോടെല്ലാം പടപൊരുതിയ ഒരു ശോഭാ സുരേന്ദ്രൻ. അച്ഛൻ മരിച്ചതോടെ 8ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ തന്നെ ദുരിതം തലയ്ക്ക് മീതെ എത്തി തുടങ്ങിയിരുന്നു. ഇതിനിടയിലും പഠനത്തിലും സാമൂഹിക പ്രവർത്തനത്തിലുമെല്ലാം സജീവമായി. ബാലഗോകുലത്തിലൂടെ RSSലെത്തി BJPയിലേക്ക്. രാവിലെ കിട്ടുന്ന അര ഗ്ലാസ് കഞ്ഞിയാണ് ഇന്നും ശോഭയുടെ കരുത്തെന്ന് ശോഭ പറയുന്നു. ഏത് പ്രതിസന്ധിയും മറികടക്കാനുള്ള ആത്മവിശ്വാസമാണ് ശോഭയുടെ കരുത്ത്. പഠിക്കുന്ന സമയത്ത് വക്കീലാകാനായിരുന്നു ശോഭയുടെ ആഗ്രഹം. വടക്കാഞ്ചേരിയിൽ കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിലെ ഇളയ കുട്ടിയായിട്ട് ശോഭയുടെ ജനനം. 8ൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. 6 മക്കൾ അമ്മ കല്യാണിയുടെ ചുമതലയിലായി. പ്രതിസന്ധികളെ ചങ്കൂറ്റത്തോടെ നേരിട്ട അമ്മയാണ് ശോഭയ്ക്ക് റോൾ മോഡൽ ഇന്നും. 2014 തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച് 2ാം സ്ഥാനം നേടിയ മികവുമായാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിലെത്തിയത്. അവിടെ മികച്ച വോട്ട് ഉയർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പും അവഗണിച്ച് കഴക്കൂട്ടത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തി. ഒടുവിൽ 2024 ഇപ്പോൾ ആലപ്പുഴയിലും.